3 കാര്യങ്ങൾ ആയിക്കോട്ടെ. അപ്പോൾ രണ്ടാമത്തത് ആമനത്തി ബി ഹീന കഫറന്നാസ് എന്നാണ്. ആമനത്തി ബി ഹീന കഫറന്നാസ്, ജനങ്ങൾ എന്നെ നിഷേധിച്ചപ്പോൾ ഖദീജ എന്നെ വിശ്വസിച്ചു. അതാണ് രണ്ടാമത്തെ കാര്യം. എല്ലാവരും പറ്റും. ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് സ്വന്തം ഭാര്യയുടെ സർട്ടിഫിക്കറ്റാണ്. നമ്മളെ നാട്ടുകാർ മൊത്തം സാലിബൈസ് ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞാലും പെണ്ണുങ്ങൾക്ക് പുതിയാപ്പിള തന്നെയാണല്ലോ. അവിടെയാണ് പ്രശ്നം കിടക്കണേ. നബി തങ്ങളുടെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് അത് ഏത് ഭാര്യ? ഖദീജ ബി എന്ന് പറഞ്ഞ സംഗതിയെക്കുറിച്ച് നമുക്ക് നല്ലോണം പഠിക്കാണ്ട്. ഖദീജ ബിക്ക് 40 വയസ്സാണ്. എന്താണ് സ്ത്രീകളുടെ 40 വയസ്സിൻ്റെ പ്രത്യേകത? സ്ത്രീകൾ ലൈംഗികമായി ഏറ്റവും കൂടുതൽ ദാഹം അനുഭവിക്കുന്ന പ്രായം 40. ശരാശരിയാണ് കേട്ടോ. ശരാശരി 40 എന്ന് പറഞ്ഞാൽ 38 മുതൽ 42 വരെ. ഇതാണ് സ്ത്രീകളുടെ ഏറ്റവും കൂടുതൽ ലൈംഗിക ദാഹമുള്ള സന്ദർഭം. ആ സമയത്തുള്ള ഒരു സ്ത്രീ. പിന്നെ ഖദീജ ബിക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. നിരവധി പുരുഷന്മാർ വിവാഹാലോചന നടത്തിയിരുന്ന സൗന്ദര്യമുള്ള ഒരു സ്ത്രീയാണ്. വയസ്സ് 40 എന്നുള്ളത് നോക്കണ്ട. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എല്ലാ സൗകര്യവും, ഇഷ്ടം പോലെ സമ്പത്ത്, എല്ലാ സൗകര്യങ്ങളും. അങ്ങനെയുള്ള ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി അംഗീകരിക്കുന്നു. മൂന്നാമത്തത് അശ്റകതനി ഫീ മാലിഹാ ഹീന ഹറമനിന്നാസ്, എല്ലാ മനുഷ്യരും എന്നെ ആട്ടിയോടിച്ചപ്പോ ഖദീജ അവളുടെ സ്വത്തിൽ എന്നെ പങ്കുചേർത്തിരിക്കുന്നു. 20 കൊല്ലം മുമ്പ് ഓളെ വാപ്പ കൊടുത്ത 30,000 ഉറുപ്പ്യൻ്റെ കണക്ക് ഇപ്പോഴും പറയാന്നല്ല. എന്തേ പറഞ്ഞു? ഖദീജ ബീവിയുടെ സമ്പത്ത് എന്ന് പറഞ്ഞ ഒരു മുതൽ ഞാൻ കിട്ടിയതിൻ്റെ ശേഷം ഓൾക്ക് ഉണ്ടായിട്ടില്ല. മുഴുവൻ എൻ്റെതായിരുന്നു. കൊടുത്തൻ തീർത്തത് മുഴുവൻ. എന്തേ കാട്ടി? ഖദീജ ബീവിൻ്റെ സ്വത്ത് എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കണം. അറബികൾ കൊല്ലത്തിൽ 2 പ്രാവശ്യമാണ് കച്ചവടം ചെയ്യുക. വർഷത്തിൽ 2 പ്രാവശ്യമാണ് കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരു കച്ചവടം 6 മാസത്തെ വരുമാന മാർഗമാണ്. 6 മാസത്തെ ജീവിത മാർഗമാണ് ഒരു കച്ചവടം. ഒരു കച്ചവട സംഘത്തിൽ 40 ഒട്ടകങ്ങളാണ് ഉണ്ടാവുക. 40 ഒട്ടകപ്പുറത്ത് 40 വീട്ടിൽ നിന്ന് ഓരോ ആളുകൾ വീതം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ 40 ഒട്ടകങ്ങളുള്ള ഒരു സംഘം 40 കുടുംബത്തിൻ്റെ 6 മാസത്തെ വരുമാന മാർഗമാണ്. എന്നാൽ ഖദീജ ബീവിക്ക് ഒട്ടക സംഘമുണ്ട്, 40 ഒട്ടകമുണ്ട്. 40ൻ്റെ പുറത്തും കൂലിക്കാരാണ് എന്ന് പറഞ്ഞാൽ 40 വാര തന്നെയാണ്. ഖദീജ ബീവിയുടേതാണ് അങ്ങനത്തെ ഒരു സംഘമല്ല, അങ്ങനത്തെ ധാരാളം സംഘത്തിന്റെ ഉടമയാണ് ഖുവൈലിദിന്റെ മകളായ സയ്യിദത്തുന ഖദീജ. അത് മുഴുവനും കൊടുത്തിട്ട് നബി തങ്ങൾ സ്വതക്ക കൊടുത്താണ് തീർത്തു. ഒരു കുഴപ്പവും ഉണ്ടായില്ല. അതാണ് മുതല്. ആ മുതല് മുഴുവൻ ഇന്റതാക്കി മാറ്റി. അശ്റകതിനി ഫീ മാലിഹാ ഹീന ഹറമനിന്നാസ്, ജനങ്ങളെല്ലാവരും എന്നെ ആട്ടിയോടിച്ചപ്പോ ഖദീജ അവളുടെ സമ്പത്തിൽ എന്നെ പങ്കുചേർത്തു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആണുങ്ങളെയും പെണ്ണുങ്ങളുടെയും മാനസികാവസ്ഥ തമ്മിലൊരു വ്യത്യാസമുണ്ട്. പുരുഷന്മാരുടേത് ശേഖരണ മനസ്സും സ്ത്രീകളുടേത് നിർമ്മാണ മനസ്സുമാണ്. അതായത് ഒരു പെണ്ണിനെ ടെൻഷനാക്കുന്നതും ഒരു പുരുഷനെ ടെൻഷനാക്കുന്നതും ഒരേ കാര്യമല്ല. രണ്ടാളുടെയും 2 മനസ്സാണ്. ആണുങ്ങൾക്ക് ടെൻഷൻ വരാ, നിങ്ങൾ എന്ത് മനസ്സാ 5 വയസ്സക്ക് വകയില്ല എന്ന് പറഞ്ഞാൽ ടെൻഷനായി. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചായൻ്റെ വെള്ളം കൂടി ഉണ്ടാക്കാൻ കഴിയൂലല്ലോ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. കാരണം മൂപ്പർ ജോലി ചായൻ്റെ വെള്ളം ഉണ്ടാക്കലല്ല, ശേഖരണ മനസ്സാണ്. പൈസ ഉണ്ടാക്കുക, അതാണ് പുരുഷന്റെ മനസ്സ്. എന്നാൽ സ്ത്രീയുടെ മനസ്സ് നിർമ്മാണ മനസ്സാണ്. നിർമ്മാണ മനസ്സ് എന്ന് പറഞ്ഞാൽ
ചായ ഉണ്ടാക്കുക, കഞ്ഞി ഉണ്ടാക്കുക, പാത്രം അരിച്ചു വരിക, തുടക്കുക, തിരുമ്പുക, അങ്ങനെയുള്ള അതാണ് നിർമ്മാണ മനസ്സ്. അവളെ സപ്പോർട്ട് ചെയ്യേണ്ടത് അതിലാണ്. എന്നെങ്കിലും ഒരു ദിവസം ചാറിലിപ്പ് കയറിയാൽ ഇവിടെ ഒന്നും ചാറിലിപ്പ് കയറന്നെ എന്ന് പറയുമ്പോഴാണ് അവർക്ക് ടെൻഷൻ. എൻ്റെ അടുത്ത് ഒറ്റ പൈസ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, പെണ്ണിൻ്റെ അടുത്ത് പൈസ ഉണ്ടാവേണ്ട ആവശ്യമില്ല. ആണുങ്ങളും വേണം ഒന്ന് ശ്രദ്ധിക്കുക, പോക്കറ്റിൻ്റെ അവസ്ഥ ഒരിക്കലും പെണ്ണുങ്ങൾ അറിയിക്കരുത്. പോക്കറ്റ് കാലിയാണ് എന്നുള്ളത് സ്ത്രീകളെ അറിയിക്കാൻ പാടില്ല. എല്ലാ വിലയും നിലയും പോവും, മാത്രമല്ല നമ്മൾ ടെൻഷനാവും ചെയ്യും. അത് നമ്മൾ മാത്രം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പെണ്ണുങ്ങളെ വയസ്സും ആണുങ്ങളെ ശമ്പളവും ആരെയും അറിയിക്കാൻ പാടില്ല എന്ന്. എത്ര ഉറുപ്പ് വരുമാനം ഉണ്ട് എന്ന് ആരും അറിയിക്കരുത്. ഉള്ളതുകൊണ്ട് നല്ല മട്ടത്തിൽ ഓണം പോലെ ജീവിച്ചു പോകുക എന്നുള്ളതാണ്. പെണ്ണുങ്ങളെ വയസ്സ് പറയും വേണ്ട, ചോദിക്കും വേണ്ട, അത് ഓൽക്ക് മാത്രം അറിഞ്ഞാൽ മതി. ഇത് രണ്ടും ചോദിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോ സപ്പോർട്ട് ചെയ്യേണ്ടതും അങ്ങനെ തന്നെയാണ്. അപ്പൊ സ്ത്രീകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് നിർമ്മാണ വിഷയത്തിലാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യത്തിനും സപ്പോർട്ട് ചെയ്യാറില്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും ആലോചിച്ച് ചോദിക്കണോ? ഇതിലിപ്പോ 25 കൊല്ലമായി കല്യാണം കഴിച്ചവരുണ്ടാവും, 20 കൊല്ലം, 30 കൊല്ലം, 40 കൊല്ലം. അങ്ങനെ താഴെ പെണ്ണുങ്ങളോട് നമ്മൾ ആണുങ്ങളോട് പറയാം. ഞാൻ ചോദിക്കണത് നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ചോദിച്ചാൽ മതി, ആരും പറയണ്ട. ഓരോരുത്തർ അവനവൻ്റെ മനസ്സിൽ ചോദിക്കുക. നമ്മളിപ്പോൾ 15 കൊല്ലം, 20 കൊല്ലം, 10 കൊല്ലം, 40 കൊല്ലം, 45 കൊല്ലമൊക്കെ ആയിട്ട് കല്യാണം കഴിച്ച ആൾക്കാരുണ്ട്. നമുക്കൊക്കെ നമ്മളെ പെണ്ണുങ്ങളോട് നല്ല ഇഷ്ടമാണ്, ആർക്കും എതിർപ്പില്ല. ഒക്കെ സ്വർഗത്തിൽ എത്തണം, ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൊള്ളണമെന്ന് ആഗ്രഹമാണ്. അള്ളാഹു ഒരുമിച്ച് വിടുതട്ടെ, വേണ്ട തന്നെയാണ് എല്ലാവരും. അങ്ങനെ നല്ല ഇഷ്ടമാണ് നമുക്ക് എല്ലാവർക്കും. പക്ഷേ നമ്മൾ ആരെങ്കിലും ഇതുവരെ നമ്മളെ പെണ്ണുങ്ങളോട്, ഭാര്യനോട്, മോളെ എനിക്ക് അന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടാവില്ല, പറഞ്ഞിട്ടില്ല. ഒരിക്കൽ നബിയും സഹാബത്തും ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സ്ഥലത്ത് കൂടെ ഒരാളിങ്ങനെ നടന്നു പോയപ്പോൾ ഒരു സഹാബിവര്യൻ പറഞ്ഞു, നബി ആ പോയ ആളെ എനിക്ക് നല്ല ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. ഇജത് അയാളോട് പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു. ഇല്ല പറഞ്ഞു. എന്നാൽ പോയി പറഞ്ഞിട്ട് ഇനി ഇവിടെ ഇരുന്നാൽ മതി പറഞ്ഞു. പറഞ്ഞയച്ചു. നമ്മളെന്നും കാണുന്നില്ലേ നമ്മളെ പെണ്ണുങ്ങളെ? ഇതുവരെ നമ്മൾ മോളെ എനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഭാര്യ താഴെണ്ടല്ലോ പെണ്ണുങ്ങൾ കുറേ, ഭർത്താവിനോട് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് എൻ്റെ പ്രസംഗം കേട്ടതിൻ്റെ വകയായിട്ട് നിങ്ങൾ കൂട്ടിക്കോളി, ഇന്നത് പറയണം. ചെവിയോട് ചുണ്ട് ചേർത്ത് വെച്ചിട്ട് നിന്നെ എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞാൽ 6 മാസം കൂടുമ്പോൾ ഓരോ പ്രാവശ്യം പറഞ്ഞാൽ മതിയാവും. 6 മാസം കൂടുമ്പോൾ ഒന്നുകൂടിയും പറയാം. അങ്ങനെ 6 മാസം, കൊല്ലത്തിൽ 2 പ്രാവശ്യം മാത്രം. എന്നൊന്നും പറയണ്ട, എന്നും അതിൻ്റെ ഒരു പണി അത് പറ്റൂല. 6 മാസം കൂടുമ്പോൾ ഒന്ന് പറഞ്ഞ 2 കാര്യങ്ങൾ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്നാ. ഒന്ന് സ്നേഹവും, 2 നന്ദി. എനിക്കിപ്പോൾ അങ്ങോട്ട് ഭയങ്കര നന്ദിയുണ്ട്. ഞാനത് ഐസിൽ വെച്ചിട്ട് എന്താ കാര്യം? തണുത്ത് കണ്ടത് ഇങ്ങനെ ഉറക്കുന്നല്ലാതെ യാതൊരു പ്രയോജനവും ഇല്ലല്ലോ. ഞാൻ അങ്ങോട്ട് പറയണ്ടേ നന്ദി എന്നമാതിരി സ്നേഹവും പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മൾ ഭാര്യമാരെ സ്നേഹിക്കുന്നവരാണ്. പക്ഷെ നമ്മൾ എന്താ പറയാതിരുന്ന കുഴപ്പം? പറയാതിരുന്നാൽ മീൻകാരൻ പറഞ്ഞാൽ ഓൻ്റെ ഒപ്പം പോകും. മീൻകാരൻ എന്നുള്ള ഉദാഹരണമാണ്. പയതുവർക്കുന്ന ആളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പറയുന്ന ആൾക്കാരൊപ്പം പോവും. നമ്മളാരും പറഞ്ഞില്ല എന്നുള്ള തന്നെ പ്രശ്നം. തിരിച്ചു ഓൾ ഇങ്ങോട്ടും പറഞ്ഞില്ല, നമ്മൾ അങ്ങോട്ടും പറഞ്ഞില്ല. നാട്ടുകാരോട് പറയും പോലെ അല്ലല്ലോ, അവനെൻ്റെ സ്വന്തം ഭാര്യനോട് പറയണ്ടേ? ഇല്ലെങ്കിൽ പറയുന്നവരെ ആകർഷിക്കും, ഉറപ്പാണ് ആ കാര്യം. സ്നേഹവും നന്ദിയും പറഞ്ഞാൽ മാത്രം അറിയുന്നതും അറിഞ്ഞാൽ മാത്രം ഉപകാരമുള്ളതുമാണ്. അതുകൊണ്ട് എല്ലാവരും പറഞ്ഞിരിക്കണം. നബിതങ്ങൾ ആ മനുഷ്യനെ സദസ്സിലിരിക്കാൻ പോലും സമ്മതിച്ചില്ല എന്നാ. പോയി പറഞ്ഞിട്ട് ഇനി എൻ്റെ സദസ്സിലിരുന്നാൽ മതി എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് കുടുംബജീവിതം നമ്മൾ പഠിക്കേണ്ടത് പുണ്യനബിയിൽ നിന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളും ഉമ്മഹാത്തുൽ മുഅ്മിനീനും തമ്മിൽ ജീവിച്ച ജീവിതം. നിക്കാഹിന്റെ സാഹചര്യം നമ്മൾ തോർക്കുമല്ലോ. അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഹാദൈനി സൗജൈനി കമാ അല്ലഫ്ത ബൈന ആദമ വഹവ്വാ കമാ അല്ലഫ്ത ബൈന ഹബീബിന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വബൈന ഉമ്മഹാതിൽ മുഅ്മിനീൻ. അല്ലാഹുവേ, ഈ രണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ആദം നബിന്റെയും ഹവ്വാ ബീവിന്റെയും ഇടയിലുള്ളത് പോലുള്ള ഇൽഫത്ത്, യോജിപ്പ് നീ ഉണ്ടാക്കണേ. എന്താ ആദം നബിയുടെയും ഹവ്വാ ബീവിന്റെ ഇടയിലുള്ള ഇൽഫത്ത് പറഞ്ഞ അറിയങ്ങള്? ഞാൻ പറഞ്ഞു, ആദം നബി വന്നിട്ട് ശ്രീലങ്കയിലാണ് ഇറങ്ങിയത്, ഹവ്വാ ബി വന്നിട്ട് സൗദി അറേബ്യയിൽ ജിദ്ദയിലാണ് ഇറങ്ങിയത്. ശ്രീലങ്കയിൽ നിന്ന് നേരെ പടിഞ്ഞാറ് വശത്തേക്ക് യാത്ര ചെയ്താലാണ് സൗദി അറേബ്യയിലെത്തുക. ആദം വല്ലിപ്പെങ്ങാനും അന്ന് കിഴക്കോട്ട് നടന്നിക്കുകയാണെങ്കിൽ എന്താവും അവസ്ഥ? ഇലാ യൗമിൽ ഖിയാമ ഓല് തമ്മിൽ വിമാനം കാണാതായ മാതിരി ആവൂലേ? യാതൊരു ഐഡി പൈല് കിട്ടുന്നില്ലല്ലോ എന്ന മാതിരി ആവൂലേ? പക്ഷേ പോകൂല. എന്തുകൊണ്ട്? അള്ളാഹു അവരുടെ ഖൽബുകൾക്കിടയിൽ ഇൽഫത്ത് എന്ന ബന്ധം ഉണ്ടാക്കിയിരുന്നു. ഖുർആൻ കല്യാണം കഴിക്കാൻ കഴിഞ്ഞത് തട്ടിമുട്ടി ജീവിക്കാനല്ല, സന്തോഷത്തോടെ. സൂറത്തുർ റൂമിന്റെ 24-ാമത്തെ ആയത്തിലാ പെണ്ണെട്ടാൻ പറഞ്ഞിട്ടുള്ളത്. സൂറത്തുർ റൂമിന്റെ 24-ാമത്തെ ആയത്തിലാ കല്യാണം കഴിക്കാൻ പറഞ്ഞത്. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. ومن آياته അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അൻ ഖലഖ ലക്കും, നിങ്ങൾക്ക് വേണ്ടി അവൻ സൃഷ്ടിച്ചിരിക്കുന്നു, മിൻ അൻഫുസിക്കും, നിങ്ങളുടെ അൻഫുസിൽ നിന്ന് തന്നെ, അസ്വാജൻ, ഇണകളെ, ലിതസ്കുനു ഇലൈഹാ, നിങ്ങൾ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട്. ലിതസ്കുനു ഇലൈഹ എന്ന് പറഞ്ഞാൽ വളരെ സമാധാനത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് കല്യാണം കഴിക്കാൻ പറയുന്നത്. നമ്മളെന്താ പറയാ, പെണ്ണെട്ടിയാൽ കാല് കെട്ടിയെന്നാണ് നമ്മളെ മലപ്പുറം ഭാഗങ്ങളിലൊക്കെ ഉള്ള ഒരു പ്രയോഗമാണ്. പെണ്ണെട്ടിയാൽ പിന്നെ ഇടങ്ങാറായി എന്ന് നമ്മൾ പറയാം. ഖുർആൻ ഇടങ്ങാറാവാൻ കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടില്ല. ഒരാള് കല്യാണം കഴിച്ചതിന് ശേഷം ഇടങ്ങാറായാണെങ്കിൽ എന്ത് മനസ്സിലായി? ഖുർആൻ പറഞ്ഞ കല്യാണമല്ല നടന്നത് എന്ന് മനസ്സിലാവും. ഖുർആൻ കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ എന്തിനാ? ലിതസ്കുനു ഇലൈഹ, ഉള്ള സമാധാനം കൂടാൻ വേണ്ടിയിട്ടാണ്. ഉള്ള സമാധാനം കൂടിയും പോകാൻ വേണ്ടിയിട്ടല്ല. അതിനാ രണ്ട് കാര്യങ്ങൾ. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, മവദ്ദത്ത്, റഹ്മത്ത് എന്നിവയായ രണ്ട് ഗുണങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് സമാധാനത്തോടുകൂടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ വേണ്ടിയാകുന്നു. മവദ്ദത്ത്, റഹ്മത്ത് എന്ന് പറഞ്ഞത് രണ്ടും സ്നേഹബന്ധാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ 8 തരം സ്നേഹങ്ങളുണ്ട്. അതിൽപ്പെട്ട 2 മവദ്ദത്ത്, റഹ്മത്ത് എന്ന് പറയുന്നത്. സ്നേഹം, നന്നായി സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ് കല്യാണം കഴിക്കാൻ പറഞ്ഞത്. ഈ സ്നേഹബന്ധത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇൽഫത്ത് എന്ന് പറയുന്നത്. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ ഇൽഫത്ത് എന്ന ഇണക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ തമ്മിൽ ഒരിക്കലും വേർപിരിയില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ അടങ്ങാത്ത സ്നേഹമുണ്ടെങ്കിൽ, കുവൈത്തിലുള്ള ഭർത്താവ് ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ന് വീട്ടിലുള്ള ഭാര്യക്കറിയാം, വീട്ടിലുള്ള ഭാര്യ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ന് ഖത്തറിലുള്ള ഭർത്താവിനറിയാം. ഈ ബന്ധം യഥാർത്ഥത്തിൽ നമുക്ക് ഉണ്ട്, ഉമ്മാനേറ്റാണുള്ളത്. ഇങ്ങനൊരു ബന്ധം നമുക്ക് ഉണ്ട്, ഉമ്മാനേറ്റാണ്. നോമ്പ് നോറ്റു 6 വയസ്സുകാരൻ,
ആരും അറിയാതെ ബാത്റൂമിൽ കയറിയിട്ട് വെള്ളം കുടിച്ച് പുറത്തേക്ക് വന്നാലും ഉമ്മാക്കറിയാം സംതിങ് റോങ്, എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഉമ്മാക്കറിയാം, അറിയും. നമ്മളറിയില്ല എന്നൊക്കെ വിചാരിക്കും, സംഗതി ഉമ്മാക്കറിയാം. എന്താ കാര്യം? അതാണ് ഇൽഫത്ത് എന്ന ബന്ധം, ഉമ്മയും മകനും തമ്മിലുള്ള സ്നേഹബന്ധം. എൻ്റെ കുട്ടി 2 ദിവസമായി ഫോൺ ചെയ്തിട്ട് ഓൻ എന്തേലും പറ്റുമെന്നാവോ, എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത എന്ന് പറയും ഉമ്മ. കുട്ടിക്ക് എന്തേലും പറ്റിയാലും ഉമ്മാക്കറിയാൻ പറ്റും ആ ബന്ധം. ഇതിനെയാണ് ഇൽഫത്ത് എന്ന് പറയുന്ന ബന്ധം എന്ന് പറയുന്നത്. അതാണ് ആദം നബിയുടെയും ഹവ്വാ ബീവിയുടെയും ഇടയിൽ അല്ലാഹു ഉണ്ടാക്കിയ ബന്ധം. അതാണ് മുഹമ്മദ് നബിയുടെയും ആയിഷ ബീവിയുടെയും ഇടയിൽ ഉണ്ടാക്കിയത്. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സൗദാ ബീവി, സഫിയ ബീവി, മൈമൂന ബീവി, റംല ബീവിയുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത്. ഈ സ്നേഹബന്ധം ഉണ്ടാവണം. എന്താണ് ആ സ്നേഹബന്ധം? ആ സ്നേഹബന്ധം സ്വാർത്ഥതയില്ലാത്ത സ്നേഹത്തിനാണ് അത് പറയാം. മവദ്ദത്ത് റഹ്മത്ത് എന്ന് പറയുന്നത് സ്വാർത്ഥതയില്ലാത്ത സ്നേഹമാണ്. നിങ്ങൾക്ക് ഇങ്ങോട്ട് ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ടല്ലോ. നിങ്ങൾ ഇല്ലെങ്കിൽ വയലാക്കണം. ഒപ്പത് സ്വർഗം, നരകം, മഹ്ശറ, ഹിസാബ്, നല്ല വിഷയങ്ങളുണ്ട്. ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. ഈ മവദ്ദത്ത് റഹ്മത്ത് എന്ന സ്നേഹബന്ധത്തിലേക്ക് ഒരു മനുഷ്യൻ എങ്ങനെ പോവുക? അതായത് സ്നേഹം 2 തരത്തിലുണ്ട്. ഒന്ന് സ്വാർത്ഥതയുള്ളതും ഒന്ന് സ്വാർത്ഥതയില്ലാത്തതും. ഈ സ്വാർത്ഥത എന്ന് നമ്മൾ പറയുമ്പോൾ ദുന്യാവിലേക്ക് ആലോചിക്കണ്ട. ഇപ്പോൾ നമ്മുടെ നാട്ടുകാരനായ വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു റൗള ഷരീഫിൻ്റെ അടുത്ത് എന്നിട്ട് ഒരു പാട്ട് പാടി. അപ്പൊ റൗള തുറന്നു. യാ അക്റമൽ ഖുറമാല അതാബിക്കും ഉമറൽ ഫഖീറൽ മുർതജി ലിജനാബിക്കും യർജുൽ ലതാഅലൽ ബഖായി ബിബാബിക്കും والدمع من عينيه سال سجيما صلوا عليه وسلموا تسليما. റൗള തുറന്നു. ഇത് നമ്മളെ സബീനന്റെ സൈഡിലുണ്ട്. ഈ ആക്രമം ബൈത്ത് ഹജ്ജിന് പോകുമ്പോൾ എഴുതെടുത്ത് പോവുക. 1000 വട്ടം ചെല്ലിയാലും തുറക്കൂല. 10,000 വട്ടം ചെല്ലിയാലും തുറക്കൂല. എന്തേ? ബെയ്ത്ത് ഒന്നല്ലാത്തതല്ല കാരണം. ബെയ്ത്ത് ഒന്ന് തന്നെയാണ്. ഇത് ചെല്ലിയാൽ തുറക്കും റൗള ഷരീഫിന്റെ വാതിലിന്ന് നമ്മളെ തല പറഞ്ഞു തന്നതാണ്. നമ്മളെ തലയാണ് നമുക്ക് പറഞ്ഞത് ഇത് ചെല്ലിയാൽ തുറക്കും. എന്നാൽ ഉമർ ഖാദിക്ക് തൻ്റെ തല പറഞ്ഞു കൊടുത്തതായിരുന്നില്ല. തൻ്റെ ഹൃദയത്തിൽ നിന്ന് അറിയാതെ വന്നുപോയതാണ് ഒരു പാട്ട്. അപ്പൊ സ്നേഹം 2 തരത്തിലുണ്ട്. ഒന്ന് മസ്തിഷ്ക ബന്ധിതമായ സ്നേഹമുണ്ട്, ഒന്ന് ഹൃദയബന്ധിതമായ സ്നേഹമുണ്ട്. തലൻ്റെ സ്നേഹമുണ്ട്, ഹൃദയത്തിൻ്റെ സ്നേഹമുണ്ട്. നമ്മളെല്ലാവരും ഇപ്പം നമ്മളെ കുട്ടികളെ നോക്കുന്നുണ്ട്. എന്തിന്? വലുതാകുമ്പോൾ നോക്കാൻ. ആര് പറഞ്ഞു? തല പറഞ്ഞു. ഇപ്പൊ ഒരു കുട്ടി ഉണ്ടായി. ഈ കുട്ടി 10 മണിക്കൂറിൽ കൂടുതൽ ജീവിക്കൂല എന്ന് ഡോക്ടർ പറഞ്ഞു. അതിൻ്റെ വാൾവിന് 5 ഓട്ടയാണ്. ജീവിക്കൂല, എല്ലാവർക്കും അറിയാം, ഉറപ്പാണ്. എന്നാലും ആ കുട്ടിയുടെ ഉമ്മാക്ക് എന്തോ ഒരു ഇഷ്ടേക്കാര ആ കുട്ടിനോട്. എന്തിനു വേണ്ടി? അതാണ് സ്വാർത്ഥതയില്ലാത്ത സ്നേഹം എന്ന്. നബിതങ്ങളെ നമ്മളെ സ്നേഹിച്ചു എന്തിനാ? നബിതങ്ങൾ നമ്മളെ സ്നേഹിച്ചു എന്തിന്? നമ്മളെന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടാണോ നബിതങ്ങൾക്ക്? നമ്മളൊന്നും ചെയ്തു കൊടുത്തിട്ട് വേണ്ട. എത്ര സ്നേഹം എന്നറിയങ്ങള്. വാപ്പിയും ഉമ്മയും മക്കളെ തിരിഞ്ഞുമൊക്കെ സിറാത്ത് പാലം കടന്നിട്ടാണ്.
നോക്കും, നോക്കാതിരിക്കൂല. മക്കൾ മാതാപിതാക്കളെ നോക്കുന്നത് സിറാത്ത് പാലം കടന്നതിന് ശേഷമാണ്. എന്നാൽ സിറാത്ത് പാലം കടക്കുന്നതിന് മുമ്പ് ഒരേ ഒരു മനുഷ്യൻ മാത്രമാണ് തിരിഞ്ഞു നിൽക്കുക, അത് മുഹമ്മദ് നബി. ഒരു സ്വഹാബി വര്യൻ വന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് മഹ്ശറയിൽ വെച്ച് നിങ്ങളെ കാണണം നബിയേ, ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? സഹാബ, നന്മതിന്മകൾ എഴുതിയ ഏടുകൾ വിതരണം ചെയ്യും ഞാനുണ്ടാക്കും, അവിടെ നിങ്ങൾ അന്വേഷിക്കണം. ആ സ്വഹാബി വര്യൻ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അവിടെ കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത് നബിയേ? അള്ളാന്റെ റസൂല് പറഞ്ഞു, സഹാബ, നന്മതിന്മകൾ എഴുതി ഏടുകൾ തൂക്കുന്ന മീസാൻ എന്ന തുലാസിന്റെ അടുക്കൽ ഞാനുണ്ടാകും, അവിടെ നിങ്ങൾ അന്വേഷിക്കണം. പുന്നാര നബിയെ, മാണിക്കല്ലേ, അവിടെ കണ്ടില്ലേ, ഞാൻ എവിടെ നോക്കാന്ന് ചോദിച്ചു മൂപ്പര്. ഹൗദുൽ കൗസർ എന്ന പാനീയം വിതരണം ചെയ്യുന്ന സ്ഥലത്ത് ഞാനുണ്ടായിരിക്കും. അള്ളാന്റെ റസൂലേ, അവിടുന്ന് നിങ്ങളെ കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെ തരേണ്ടത് നബിയെ എന്ന് ചോദിച്ചു ആ സഹാബി. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബാ, സിറാത്ത് പാലത്തിന്റെ അടുക്കൽ വെച്ച് നിങ്ങൾ എന്നെ കാണാതെ പോകില്ല സഹാബാ. അവസാനത്തെ മനുഷ്യൻ ആണ് കടക്കുന്നത് വരെയും അല്ലാഹുമ്മ സല്ലിം സല്ലിം, പടച്ചോനെ ഓനെ കഴിച്ചിലാക്ക് എന്ന് പറഞ്ഞ് കാത്തു നിൽക്കാൻ ഉമ്മാക്കും വാപ്പാക്കും വരെ കഴിയില്ല. അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീമാ മിസ്ല ഹുസൈനിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉമ്മാക്ക് ഉമ്മാവാൻ മാത്രമേ കഴിയുള്ളൂ, വാപ്പാൻ കഴിയില്ലല്ലോ. ഉമ്മാക്ക് ഉമ്മയാവാൻ മാത്രമേ കഴിയൂ, വാപ്പയാവാൻ കഴിയില്ല. വാപ്പാക്ക് വാപ്പയാവാൻ മാത്രമേ കഴിയുള്ളൂ, ഉമ്മാവാൻ കഴിയില്ല. ഒരു മനുഷ്യന് ഒരേ സമയത്ത് ഉമ്മയും വാപ്പയും ആകാൻ കഴിയുമെങ്കിൽ അത് മുഹമ്മദ് നബിക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഫാത്തിമ ബി വാപ്പാനെ വാപ്പാന്നല്ല വിളിച്ചത്, യാ റസൂലല്ലാഹ് എന്നാ വിളിച്ചത്. ഫാത്തിമ ബി വാപ്പാനെ വാപ്പാന്നല്ല വിളിച്ചത്, യാ റസൂലല്ലാഹ് എന്നാണ് വിളിച്ചത്. ഒരാൾക്ക് ഒരേ സമയം മാതാവും പിതാവുമാവാൻ കഴിയുമെങ്കിൽ അത് പുണ്യനബിക്ക് മാത്രമേ ഉള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം.